നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 8. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് അതിശയവും നിളയും അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ആയ സെമിത്തേരിയിൽ സംസാരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടുന്ന് നന്ദിനിയെ കാണിക്കുന്നു. അവൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. അവിടെ ഡോക്ടറുടെ ഒപ്പം തെറാപ്പി സെഷനിലാണ് അവൾ. ഈ ഡോക്ടറെ കാണാൻ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ചെറിയ ചായ ഉണ്ടോ? അപ്പൊ നന്ദിനി നിളയെ ഇത്രയും നാളായിട്ട് അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ എന്നോടെങ്കിലും പറയാത്ത എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു മകൾക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഒരു വല്ലാത്ത ട്രോമയിലേക്ക് പോകും. ദേഷ്യം, സങ്കടം, വെറുപ്പ്, അറപ്പ്, പിന്നെ എല്ലാത്തിലുപരി നടന്നതിനെല്ലാം ഞാനാണ് കാരണം എന്നൊരു കുറ്റബോധം എല്ലാം അവരുടെ ഉള്ളിൽ വരും. അപ്പോൾ ഇതൊന്നും ഒരുപക്ഷെ ആരോടും ഷെയർ ചെയ്യാൻ തോന്നിയെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പെട്ടെന്ന് വിഷയം മാറ്റി. ഈ സെഷൻ നിളയെ പറ്റിയല്ല, നിന്നെ കുറിച്ചാണെന്ന് പറയുന്നു. അപ്പൊ എനിക്കെന്താ പ്രശ്നം എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ആദ്യം സക്കരയുടെ മൊബൈലിൽ ഉണ്ടായിരുന്ന നന്ദിനിയുടെ പഴയ ഫോട്ടോയില്ലേ, അവൾ ദേവി കയറി ആടുന്ന ഫോട്ടോ, അത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉത്സവത്തിൽ ആളുകൾ ഇതുപോലെ ദേവി ആടുന്നത് സാധാരണയാണ്, പക്ഷേ ഒരു ചെറിയ കുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നു. നിനക്ക് ചെറുപ്പത്തിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നന്ദിനിക്ക് അതൊന്നും ഓർമ്മയില്ല, പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അതായത് നന്ദിനിയുടെ മെമ്മറിയിൽ കുറെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നന്ദിനി മറക്കുന്നതൊക്കെ ഒരു പ്രോബ്ലം ആണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ചില ആളുകൾ അവർക്ക് പണ്ട് സംഭവിച്ച ഡിസ്റ്റർബ്ഡ് ആയ കാര്യം മനസ്സിൽ ഒതുക്കി വെക്കും. ആ ഓർമ്മകൾ വേണ്ട രീതിയിൽ മെമ്മറിയിൽ നിന്നും കളഞ്ഞില്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയ സന്ദർഭങ്ങളിൽ നിനക്ക് വന്നതുപോലെ മയങ്ങി വീഴുന്നത്, ഉറക്കത്തിൽ നടക്കുന്നത് തുടങ്ങിയവ വരും എന്ന് പറയുന്നു. അപ്പോൾ നന്ദിനി അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അല്പം നിരാശയോടെ നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ സഹായിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതായത് ഡോക്ടർ 2 വർഷമായിട്ട് നന്ദിനി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നിളയുടെ കാര്യം വന്നപ്പോൾ നന്ദിനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. നിളയെപ്പോലെ തന്നെ നന്ദിനിയെയും അവളുടെ ചെറിയ പ്രായത്തിൽ ആരോ സെക്ഷലി അബ്യൂസ് ചെയ്തിരുന്നു. നന്ദിനി ഇപ്പോഴും ആ ട്രോമയിൽ നിന്ന് മുഴുവനായും പുറത്തു വന്നിട്ടില്ല. അത് അവളുടെ ഉൾമനസ്സിൽ ഒതുക്കി വെച്ചിട്ടാണ് അവൾ പുറമേ ഈ സ്വഭാവം എല്ലാം കാണിക്കുന്നത്. അടുത്ത സീനിൽ കോദണ്ഡരാമൻ പോലീസ് ജീപ്പ് പരിശോധിക്കുന്നത് കാണിക്കുന്നു. വണ്ടിയുടെ പുറകിലെ ഫ്ലോറിൽ നിന്നും എന്തോ പറ്റിയിരിക്കുന്ന അയാൾ കയ്യിലെടുത്ത് മണത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ കണ്ടുപിടിച്ച ഭാഗത്തിൽ ചിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അയാൾ നേരെ സിമന്റ് ഫാക്ടറിയുടെ ലോയറെ ചെന്ന് കാണുന്നു. അയാൾ പറയുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ, അതായത് ത്രിലോക് MD ആയിട്ട് ചാർജ് എടുത്തത് മുതൽ കമ്പനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങി. തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കമ്പനി പൂട്ടുവെന്ന അവസ്ഥ വരെ എത്തി. അതുകൊണ്ട് 1 വർഷത്തിന് മുമ്പ് ഞാനും ഷൺമുഖവും ലേബർ കോൺട്രാക്ട് പുതുക്കിയിരുന്നു എന്ന് പറഞ്ഞ് ആ കോൺട്രാക്ട് വക്കീൽ കോദണ്ഡരാമന് കൊടുക്കുന്നു. ഷൺമുഖാണല്ലോ തൊഴിലാളി യൂണിയൻ നേതാവ്. അടുത്ത സീനിൽ ആശുപത്രി കാണിക്കുന്നു. ത്രിലോക് ICUവിലാണ്, ബോധം വീണിട്ടില്ല. സേട്ട് അവന്റെ അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. ത്രിലോകിന് ഈ ബിസിനസ്സിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് ടൗണിൽ സെറ്റിൽ ആവാനായിരുന്നു ഇഷ്ടം. പക്ഷെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൻ കമ്പനി MD ആയിട്ട് ചുമതലയേറ്റത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് കാണിക്കുമ്പോൾ കോദണ്ഡരാമൻ ആശുപത്രിയിലേക്ക് എത്തുന്നു. എന്നിട്ട് സേട്ടിനെ കണ്ട് സംസാരിക്കുന്നു. അവരുടെ കമ്പനിയുടെ പുതുക്കിയ ലേബർ കോൺട്രാക്ട് പ്രകാരം കമ്പനി ഏത് നിലയിൽ പൂട്ടിയാലും തൊഴിലാളികൾക്ക് 1 വർഷത്തേക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. സാധാരണ ഒരു ഫാക്ടറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാൽ ചിലപ്പോൾ തൊഴിലാളികൾ മരണപ്പെട്ടേക്കാം. പക്ഷെ ഇവിടെ അന്ന് കമ്പനിയിൽ സമരമായിരുന്നതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. അതൊരു ഭാഗ്യമായി. പിന്നെ സാധാരണ ജനറേറ്റർ റൂം അകത്ത് നിന്നാണ് പൂട്ടാറുള്ളത്, എന്നാൽ അന്ന് പുറത്ത് നിന്നാണ് പൂട്ടിയിരുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് സേട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കോദണ്ഡരാമൻ ഈ തീപിടുത്തം മെയിന്റനൻസിന്റെ പ്രശ്നം മൂലം ഉണ്ടായതാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ശരിക്കും ഫാക്ടറിക്ക് തീ വെച്ചതാണ്. അത് ഷൺമുഖാണ്. അതിനുപയോഗിച്ചത് തിന്നറും എന്ന് പറയുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് സേട്ടി വെച്ചപ്പോൾ ഷൺമുഖൻ തിന്നർ വാങ്ങി എന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ആര് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നു. അത് രജനിയായിരുന്നു. കോദണ്ഡരാമൻ ആദ്യം അന്വേഷണം നടത്തിയ പെയിന്റ് കടയില്ലേ നമ്മുടെ താത്ത ജോലി ചെയ്തിരുന്നത്, അവിടെ നിന്നുമാണ് രജന തിന്നർ വാങ്ങിയത്. നമ്മുടെ താത്ത തന്നെയാണ് പോലീസ് ജീപ്പിനുള്ളിൽ തിന്നർ കൊണ്ടുപോയി വെച്ചത്. ആ ഇൻഫർമേഷൻ ആണ് അന്ന് താത്ത കോദണ്ഡരാമനോട് പൈസ വാങ്ങിയിട്ട് പറഞ്ഞത്. എന്നിട്ട് രജനയാണ് ആ തിന്നർ ഫാക്ടറിയിൽ കൊണ്ടുപോയി കൊടുത്തത്. ഇനി മറ്റൊരു കാര്യം, പുതുക്കിയ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് പുതിയ MD ആയ ത്രിലോക് അല്ല, അത് സേട്ട് തന്നെയായിരുന്നു. അതായത് സേട്ടും രജനിയും ഷൺമുഖവും ചേർന്ന് ഒരു ഫേക്ക് സ്ട്രൈക്ക് കമ്പനിയിൽ ഉണ്ടാക്കി. എന്നിട്ട് തൊഴിലാളികളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഫാക്ടറിക്ക് തീയിട്ടു. ആ കുറ്റം ഷൺമുഖം ഏൽക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ സേട്ടിന് ഇൻഷുറൻസ് തുക കിട്ടും. ആ തുക വെച്ച് നഷ്ടങ്ങളൊക്കെ നികത്താൻ പറ്റും. ഒപ്പം പുതിയ ലേബർ കോൺട്രാക്ട് പ്രകാരം തൊഴിലാളികൾക്ക് പൈസയും കൊടുക്കും. അതായിരുന്നു യഥാർത്ഥ പ്ലാൻ. ഷൺമുഖ സേട്ടിന്റെ ഒരു വിശ്വസ്തനായ പണിക്കാരനായിരുന്നല്ലോ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അതേ ദിവസം തന്നെ ഷൺമുഖത്തിന്റെ മകൾ നിളയെ കാണാതായി. അതുകൊണ്ട് അവരുടെ പ്ലാൻ നടക്കാതെ പോയി. ഇതെല്ലാം കേട്ട് സേട്ട് കോദണ്ഡരാമനോട് നിങ്ങളെ ഞാൻ വിലക്കുറച്ച് കണ്ടുപോയി, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് തുകയിൽ നിന്നും കമ്പനി നഷ്ടവും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പൈസയും കഴിഞ്ഞിട്ട് സേട്ടും രജനിയും ഷൺമുഖവും ഓരോ പങ്കെടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് അവർ 3 പേരുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നല്ലോ. ഷൺമുഖത്തിന്റെയും രജനിയുടെയും മക്കൾ മരിച്ചുപോയി. സേട്ടിന്റെ മകനാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ICUവിലും. അപ്പോ അവർ പ്ലാൻ ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോയി എന്ന് സേട്ട് പറയുന്നു. അടുത്ത സീനിൽ വടിവേലു രജനയുടെ അടുത്ത് നിന്നും പിരിയുകയാണ്. അതിശയം പോയതിനു ശേഷം രജനയ്ക്ക് വടിവേലുവിനോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വേറൊരാളുടെ മകനെ, അതായത് ത്രിലോകിനെ രജന കൊല്ലാൻ വരെ തുനിഞ്ഞതറിഞ്ഞിട്ടാണ് വടിവേലു പോകുന്നത്. രജന ഒന്നും മിണ്ടാതെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. രജന ആകെ മാറിപ്പോയിരുന്നു. അവിടുന്ന് ഷൺമുഖത്തിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയാവുകയാണ്. അപ്പോൾ ദേവി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു മോശം
മോശപ്പെട്ട ആളല്ല എന്ന് പറയുന്നു. അപ്പോൾ ഷൺമുഖം ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. സക്കരയെ കാണിക്കുമ്പോൾ അവൻ കോൺസ്റ്റബിളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചിന്തകളും കണക്കൂട്ടലുകളും എല്ലാം തെറ്റായിരുന്നു എന്ന നിരാശയിലാണ് സക്കര. അപ്പൊ കോൺസ്റ്റബിളിന് ഒരു കോള് വരുന്നു. രജനിയും ഷൺമുഖവും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു ആ കോൾ. ഷൺമുഖവും രജനിയും ത്രിലോകിനെ മർദ്ദിച്ച കാര്യത്തിൽ സറണ്ടർ ചെയ്യാൻ ചെന്നതാണ് അവിടെ. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും സക്കര ഓടി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് എന്റെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചാലേ എന്ന് കുറ്റബോധത്തോടെ പറഞ്ഞപ്പോൾ രജനി പെട്ടെന്ന് അവനോട് നീയും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പിന്നെ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്, അത് നമ്മളുടെ അനുഭവത്തിന് ഒരു അടയാളമാണെന്ന് പറയുന്നു. അപ്പൊ ഷൺമുഖ അവനോട് കുട്ടികൾ ആരാണ് കൊന്നത് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ രാത്രിയായി സക്കര സ്റ്റേഷനിലാണ്. അപ്പൊ കോദണ്ഡരാമൻ അങ്ങോട്ട് വരുന്നു. ഫാക്ടറിയിലെ തീപിടുത്തത്തിന്റെ റിപ്പോർട്ട് റെഡിയാണ്, അതിൽ ഒപ്പ് മേടിക്കാൻ വന്നാണ് അയാൾ. അപ്പോൾ റിപ്പോർട്ട് വായിക്കാൻ സക്കര കോൺസ്റ്റബിളിനോട് പറയുന്നു ഫാക്ടറിയിൽ തീപിടുത്തം മനഃപൂർവ്വം ആരോ ഉണ്ടാക്കിയതാണെങ്കിലും അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തതിനാൽ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നും ഇൻഷുറൻസ് തുക കമ്പനിക്ക് കൈമാറണമെന്നുമായിരുന്നു റിപ്പോർട്ട്. അതായത് സേട്ട് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെന്ന് കോദണ്ഡരാമന് മനസ്സിലായി. സക്കര ആ റിപ്പോർട്ട് ഒപ്പിട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നീട് സക്കര കോൺസ്റ്റബിളിനോട് കൊലപാതകത്തിനും ഫാക്ടറിയിലെ തീപിടുത്തത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അന്ന് രാത്രി ത്രിലോക് മാത്രമല്ല വേറെ ആരും ഒരാൾ കൂടി ലേറ്റ് ആയിട്ടാണ് വന്നത്, നമ്മൾ ആരെയോ മിസ്സാക്കുന്നുണ്ട്, അത് ആരായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് ലക്ഷ്മി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സക്കരയോട് നന്ദിനി ആശുപത്രിയിൽ നിന്നും കാണാതായി എന്ന് പറയുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവിടെയാണെങ്കിൽ CCTV ഒന്നുമില്ല. സക്കര ഉടനെ ലക്ഷ്മിയും കൂട്ടി ആശുപത്രിയിൽ എത്തി ഡോക്ടറിനോട് പേഷ്യന്റ് കോൺഫിഡൻഷ്യൽ എന്നുള്ള കഥയൊന്നും പറയാതെ നന്ദിനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറയുന്നു. നന്ദിനി അവിടെ നിന്നുമാണല്ലോ കാണാതെ പോയത്, അപ്പൊ അതും നിങ്ങൾക്കൊരു പ്രശ്നമാവും, പിന്നെ നന്ദിനിയുടെ ജീവൻ തന്നെ ഇപ്പൊ ആപത്തിലായിരിക്കാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചാണ് എനിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ സക്കര പറഞ്ഞപ്പോൾ ഡോക്ടർ കാര്യം പറയുന്നു. നന്ദിനിയും നിലയെ പോലെ തന്നെ ചെറിയ വയസ്സിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു എന്നത്. അത് കേട്ട് സക്കര ഞെട്ടുന്നു. പക്ഷെ ആളാരാണെന്ന് നന്ദിനി അവളുടെ ഉൾമനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ ആളാരാണെന്ന് ഡോക്ടർക്കും അറിയില്ല. സക്കര ടെൻഷനായി പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് പുറത്ത് വെച്ച് ലക്ഷ്മിയോട് നന്ദിനിയെ നിളയും ഒരാൾ തന്നെയായിരിക്കും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ട്രീറ്റ്മെന്റിനിടയിൽ നന്ദിനി ആ സത്യം വിളിച്ചു പറഞ്ഞാലോ എന്ന് പേടിച്ച് അയാൾ നന്ദിനിയെ കടത്തിക്കൊണ്ട് പോയിരിക്കുമോ എന്ന് സംശയത്തോടെ പറയുന്നു. അപ്പൊ സക്കരയെ അമ്മയെ നോക്കുന്ന അക്ക വിളിച്ചിട്ട് രാത്രി സമയമായി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ സക്കര ഇന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അക്ക സമ്മതിക്കുന്നില്ല. അപ്പൊ ലക്ഷ്മി അമ്മയുടെ അടുത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ സക്കര ലക്ഷ്മിയെയും കൂട്ടി അവന്റെ വീട്ടിലെത്തുന്നു. അവരെത്തിയപ്പോഴേക്കും അക്ക പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അക്ക സക്കരയോട് ഒരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു, ഷൺമുഖത്തിന്റെ മകളാണെന്ന് തോന്നുന്നു, അവൾ വന്ന് അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അക്ക പോകുന്നു. അപ്പൊ നന്ദിനി ആരും കടത്തിക്കൊണ്ട് പോയതല്ല, അവളായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ചാടിയതാണ്. അപ്പോൾ എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എന്തോർത്ത് സക്കര ഓടിച്ചെന്ന് അലമാര തുറന്നു നോക്കുന്നു. അവിടെ അവന്റെ തോക്കുണ്ടായിരുന്നില്ല. നന്ദിനി അത് കൊണ്ടുപോയിരുന്നു. അതെടുക്കാനാണ് ആൾ വന്നത്. സക്കര തോക്ക് അലമാരയിലാണ് വെക്കുന്നതെന്ന് നന്ദിനി അന്ന് അവന്റെ കൂടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. അപ്പോ നന്ദിനി നിളയെ പോലെ തന്നെ പ്രതികാരം ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് സക്കരയ്ക്ക് മനസ്സിലായി. പക്ഷെ അവളെയും അയാളെ നിളയെ കൊന്നപോലെ കൊല്ലുമോ എന്ന് സക്കര ഭയക്കുന്നു. അപ്പൊ നന്ദിനി തോക്കും പിടിച്ച് ആ സെമിത്തേരിയിൽ നിൽക്കുമായിരുന്നു. താഴെ ഉത്സവം നടക്കുകയാണ്. ഇന്ന് മയാനക്കൊല്ല ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്, 9ാം നാൾ. നന്ദിനി തോക്കും പിടിച്ച് ഉത്സവം നടക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കഥയിലെ വില്ലൻ അങ്ങോട്ട് വരുന്നു. ഇരുട്ടിൽ മുഖം കാണാൻ പറ്റുന്നില്ല. അപ്പൊ സക്കര നന്ദിനി എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ അവൻ നന്ദിനിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്ന് വീടിനകത്ത് ഒരു നിഴല് കണ്ട അവൻ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് നിന്ന് നോക്കിയപ്പോൾ അത് സെൽവി ആയിരുന്നു. അപ്പൊ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുഷ്പരാജ് വീണ്ടും അവളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ അവൾക്ക് ഇപ്പൊ എന്തോ കുറ്റബോധം. അതുകൊണ്ട് പുഷ്പരാജിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ വീട്ടിൽ നിന്ന് ഷൺമുഖത്തിന്റെ വീട്ടിലേക്ക് സെൽവി വന്നത്. ദേവിയാണെങ്കിൽ ഉത്സവത്തിന് പോയിരിക്കുകയാണ്. അപ്പൊ സക്കര നന്ദിനി ആശുപത്രിയിൽ നിന്നും പോയ കാര്യം പറയുന്നു. അത് കേട്ട് സെൽവി ടെൻഷനായി ഇവിടെ വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേവി ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല. അപ്പൊ സെൽവി അവളെന്തായാലും ചിറ്റപ്പനോട് പറയാതെ എവിടെയും പോവാറില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഗുണയ്ക്ക് ഫോൺ ചെയ്യാൻ സക്കര പറയുന്നു. സെൽവി ഗുണയെ ഫോൺ ചെയ്തെങ്കിലും നോട്ട് റീച്ചബിൾ ആയിരുന്നു. അപ്പൊ സെൽവി അന്ന് കൊടിയേറ്റ ദിവസം അവർ ഉത്സവത്തിന് പൂജയ്ക്ക് പോകാതെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിളയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ സക്കര പെട്ടെന്ന് കൊടിയേറ്റ ദിവസം പൂജയ്ക്ക് ഗുണ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ അവരാണ് എല്ലാ വർഷവും തലയോട്ടി തട്ട എടുക്കാറ് എന്ന് സെൽവി പറയുന്നു. അപ്പൊ സക്കര അതറിയാം, പക്ഷെ അന്ന് പൂജാരിയായിരുന്നല്ലോ തട്ടെടുത്തത് എന്ന് അവൻ ഓർത്ത് പറയുന്നു. കാരണം അന്ന് ലക്ഷ്മിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ജീപ്പിൽ വന്നപ്പോൾ അവനത് ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പോഴാണ് വേറൊരു കാര്യം സക്കര ഓർക്കുന്നത്. അന്ന് പൂജാരി നിളയുടെ ചിതാഭസ്മത്തിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നമായ സമയത്ത് ഗുണ പൂജാരിയോട് ഞാൻ പിന്നീട് അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ കൊടിയേറ്റ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് വരാത്ത പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞത്. അപ്പൊ സെൽവി പക്ഷെ അവര് പിറ്റേന്ന് വെളുപ്പിനാണല്ലോ അമ്പലത്തിൽ നിന്നും ക്ഷീണിച്ച് തിരിച്ച് വീട്ടിൽ വന്നത് എന്ന് പറയുന്നു. അപ്പോഴാണ് ഫാക്ടറിക്ക് തീ പിടിച്ച അന്ന് ത്രിലോക ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പൊ വേറെ ആരാണ് വരാത്തതെന്ന് അവൻ സ്റ്റേഷനിൽ വെച്ച് ആലോചിച്ചിരുന്നല്ലോ. ഗുണ അന്ന് ഫാക്ടറിയിലേക്ക് വന്നതേയില്ല എന്ന് സക്കര ഇപ്പോൾ ഓർക്കുന്നു. അതായത് ഗുണ അന്ന് രാത്രി ഉത്സവത്തിനും ചെന്നിട്ടില്ല, ഫാക്ടറിയിലും വന്നിട്ടില്ല. അപ്പൊ സക്കര അവിടെ ഭിത്തിയിലുണ്ടായിരുന്ന ഫോട്ടോയിൽ ദേഷ്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ സെൽവി നീ എന്താ പറഞ്ഞു വരുന്നത്? ചെറുപ്പത്തിൽ ഷൺമുഖം വഴക്ക് പറഞ്ഞാൽ 2 കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരുന്നത്, പിന്നെ വലുതായപ്പോൾ മുതലാണ് ആ വരവ് നിന്നത് എന്ന് പറയുന്നു. അപ്പോ എത്ര വയസ്സ് മുതലാണ് നിളയും നന്ദിനിയും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിർത്തിയത് എന്ന് സക്കര ചോദിച്ചപ്പോൾ ഒരു 12-13 വയസ്സ് മുതൽ എന്ന് സെൽവി പറയുന്നു. അപ്പൊ സക്കര തിരിഞ്ഞ് ദേഷ്യത്തിൽ സെൽവിയെ നോക്കുന്നു. അപ്പോ ഗുണ നന്ദിനിയെയും നിളയെയും ചെറുപ്പത്തിൽ എടുത്തു നിൽക്കുന്ന ഫോട്ടോ സക്കരയുടെ പുറകിൽ ഭിത്തിയിൽ കാണുന്നു. പെട്ടെന്ന് കാര്യം മനസ്സിലായ സെൽവി ഞെട്ടി സ്വയം വായ പൊത്തി പോകുന്നു. എന്നിട്ട് സങ്കടത്തിൽ അലറിക്കരയുന്നു. സക്കര ഉടനെ കോൺസ്റ്റബിളിനെ വിളിച്ച് ഗുണയുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നന്ദിനിയെ കാണിച്ചപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നത് സ്വന്തം ചിറ്റപ്പൻ ഗുണയായിരുന്നു, നമ്മുടെ കഥയിലെ വില്ലൻ. നന്ദിനിയുടെ കയ്യിലെ തോക്ക് കണ്ട ഗുണ മയത്തിൽ അവളോട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, നിള മരിച്ചത് ഒരു
ഒരു അപകടമായിരുന്നു. അന്ന് നിളയും നീ ഇപ്പൊ എന്നെ വിളിച്ചതുപോലെ വിളിച്ചിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നു. അവിടെ ഫ്ലാഷ് ബാക്ക്. നിള വിളിച്ചതനുസരിച്ച് ഗുണ കരിങ്കൽ ക്വാറിയുടെ മുകളിൽ എത്തുന്നു. അതേസമയം തന്നെയാണ് ഫാക്ടറി കത്തുന്നത്. അത് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നിളയുടെ അടുത്തെത്തിയ ഗുണയുടെ മുഖത്ത് നിള അടിക്കുന്നു. അതേസമയം അവിടെ ഒളിച്ചിരുന്ന അതിശയം ഈശ്വരന്റെ വാളുകൊണ്ട് ഗുണയെ വെട്ടാൻ വരുന്നു. എന്നാൽ കൃത്യസമയത്താണ് ഫാക്ടറിയിലെ ആ വലിയ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നത്. അതിന്റെ ശക്തിയിൽ നിളയും അതിശയവും ഗുണയും തെറിച്ച് താഴെ വീഴുന്നു. വീഴ്ചയിൽ നിളയുടെ തല പാറയിലിടിച്ച് മുറിവ് പറ്റുന്നു. അതിശയം വേഗം നിളയെ മടിയിൽ കിടത്തി നെറ്റിയിൽ മുറിവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തെറിച്ചുപോയ വാളെടുത്ത് ഗുണ അതിശയത്തിന് വെട്ടുന്നു. കഴുത്തിന് വെട്ടുകൊണ്ട് അതിശയം നിലത്ത് കിടന്ന് പിടയുകയാണ്. നിള അതിശയത്തിന്റെ അടുത്ത് നിന്ന് കരയുന്നു. അപ്പൊ ഗുണ വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് നിളയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ നിള ഗുണയെ തള്ളി മാറ്റി അവന്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചപ്പോൾ ഗുണയുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് അബദ്ധത്തിൽ നിളയുടെ കഴുത്ത് കണ്ടിക്കുന്നു. അങ്ങനെ കഴുത്തിൽ നിന്നും ചോര ഒലിപ്പിച്ച് നിള അതിശയത്തിന്റെ മേലേക്ക് കിടന്ന് മരിച്ചു പോന്നു. അലറി കരഞ്ഞ് തൊട്ടുപിറകെ അതിശയവും. അങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിതത്തിൽ ഒന്നാകാൻ സാധിക്കാതെ മരണത്തിൽ അവർ ഒന്നാകുന്നു. അപ്പൊ ഗുണ അതുകൊണ്ട് തലയെ കൈവയ്ക്കുന്നു. നിള മരിച്ചത് അയാൾക്ക് അബദ്ധം പറ്റിയതാണല്ലോ. പിന്നീട് അയാൾ അവരെ ഒരുമിച്ച് ആ കെട്ടിപ്പിടിച്ച് കിടന്ന നിലയിൽ തന്നെ തള്ളി താഴെ വെള്ളത്തിലേക്ക് ഇടുന്നു. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് നന്ദിനെ കാണിക്കുമ്പോൾ ഈ കഥയെല്ലാം കേട്ട് ഗുണയുടെ മുമ്പിലിരുന്ന് അവൾ പൊട്ടിക്കരയാണ്. അപ്പൊ സക്കരയെ കാണിക്കുമ്പോൾ കോൺസ്റ്റബിൾ അവനെ വയർലെസ് വിളിച്ചിട്ട് ഗുണയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ്. അവസാന ലൊക്കേഷൻ കാണിച്ചത് സെമിത്തേരിയുടെ അടുത്തുള്ള ടവറിൽ നിന്നാണെന്ന് പറയുന്നു. അങ്ങനെ സക്കര ഉടനെ അങ്ങോട്ട് പോകുന്നു. വീണ്ടും നന്ദിനെ കാണിച്ചപ്പോൾ ഗുണ അവളുടെ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് അവളുടെ തോളി തൊട്ടപ്പോൾ അവൾ ഗുണയെ തള്ളി മാറ്റി ആളുടെ നേരെ തോക്കി കൊണ്ടുവന്നു. പക്ഷെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോക്ക് താഴ്ത്തിയിട്ട് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് ചെറുപ്പത്തിൽ നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചു, വിശ്വസിച്ചു, എന്നിട്ടും നീ കാരണം എനിക്കിപ്പോൾ ആരോടും നോർമലായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല, ഒരാണിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എല്ലാം നീ കാരണം എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ ഗുണ അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് ഇതെല്ലാം നിന്റെ അച്ഛനോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് നീ നിന്റെ അനിയത്തെ തനിച്ചാക്കി ഈ നാട്ടിൽ നിന്ന് പോയി എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു. ചെറിയ പ്രായത്തിൽ അവൾക്ക് കിട്ടിയ ട്രോമ ഇപ്പോഴും അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ സക്കര താഴെ ജീപ്പിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സെമിത്തേരിയിലേക്ക് ഓടിപ്പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഗുണ നന്ദിനിയുടെ മൈൻഡ് മാറ്റാനായിട്ട് നിള മരിച്ചതിൽ നിങ്ങളെക്കാളും ഒക്കെ സങ്കടം എനിക്കാണ്, അത് നിങ്ങൾക്കാർക്കും പറഞ്ഞ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് നന്ദിനിയുടെ പുറകിൽ വന്നു നിന്ന് അവളുടെ കയ്യിൽ നിന്ന് തോക്ക് പതുക്കെ പിടിച്ചു വാങ്ങുന്നു. നന്ദിനിയാണെങ്കിൽ നിള ഞാൻ കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞ് കുറ്റബോധത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഗുണ നന്ദിനി എനിക്ക് ഇവിടുത്തെ ജീവിതം അടുത്തു, നമുക്ക് ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാം, നിന്റെ മനസ്സിൽ അത് തന്നെയാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ നല്ലോണം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ പുറകിൽ നിന്നും ബലമായി കെട്ടിപ്പിടിക്കുന്നു. നന്ദിനി വിടാൻ പറഞ്ഞ് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സക്കര നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. അപ്പൊ നന്ദിനി കുഴഞ്ഞ് താഴേക്ക് ഇരിക്കുന്നു. ഗുണ ഉടനെ കയ്യിലുണ്ടായിരുന്ന തോക്കൊണ്ട് സക്കരെ വെടിവെക്കുന്നു. പക്ഷെ അവന് കൊണ്ടില്ല. സക്കര ഉടനെ അവിടെ കിടന്നിരുന്ന ഒരു മൺകുട എടുത്ത് ഗുണയുടെ നേരെ എറിഞ്ഞ് ആ തോക്ക് തെറിപ്പിച്ച് കളയുന്നു. എന്നിട്ട് നന്ദിനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞ് അവളുടെ നേരെ നടന്നു ചെല്ലുന്നു. അപ്പൊ ഗുണ വന്ന് സക്കരെ അടിക്കുന്നു. പക്ഷെ സക്കരെ ഗുണ തിരിച്ചടിക്കുന്നു. പിന്നെ അവർ തമ്മിലൊരു ഫൈറ്റ്. ഇതിനിടയിൽ സക്കര നന്ദിനോട് എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ നന്ദിനി ഇപ്പൊ കരച്ചിലൊക്കെ നിർത്തി അവളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുങ്ങുന്നു. അപ്പൊ സക്കര ഗുണയെ തറയിലിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോൾ നന്ദിനി ആ തോക്കും ചൂണ്ടി നിൽക്കുന്നു. താഴ്ന്ന് അവൾക്ക് ആ തോക്ക് കിട്ടിയിരുന്നു. പെട്ടെന്ന് അവൾ രണ്ടാമതും വെടിവെക്കുന്നു. ആ വെടി കൊണ്ട് ഗുണം മറിഞ്ഞു വീഴുന്നു. നന്ദിനി അവന്റെ അടുത്ത് നിന്ന് ആ തോക്കിലെ ബുള്ളറ്റ് തീരുന്നത് വരെ അവന്റെ മേലേക്ക് വെടിവെക്കുന്നു. അങ്ങനെ ഗുണം മരിക്കുന്നു. പിന്നീട് സക്കര തോക്ക് നന്ദിനിയുടെ കയ്യിൽ നിന്നും പതുക്കെ മേടിച്ചിട്ട് അവളോട് ഗുണയെ ഞാൻ കൊന്നാണെന്ന് പറഞ്ഞോളാം, നിനക്ക് നിളയ്ക്കും നടന്നത് വേറെ ആരും അറിയണ്ട എന്ന് പറഞ്ഞത് നന്ദിനി ഉടനെ നടന്നതെല്ലാം വെളിയിൽ വരണം, മറിഞ്ഞു കിടന്നിരുന്ന എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയണം എന്ന് പറയുന്നു. എന്നിട്ട് സക്കര അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണിക്കുമ്പോൾ സെക്ഷലി അബ്യൂസ്ഡ് ആയ കുട്ടികളിൽ 90% അവർക്ക് അറിയാവുന്ന, അവർ വിശ്വസിച്ച ആളിൽ നിന്നുമാണ് അത് നേരിട്ടിട്ടുള്ളത്. ആ സംഭവം ജീവിതകാലം മുഴുവൻ അവരുടെ ഉള്ളിൽ ഒരു കരിനിഴൽ പോലെ ഉണ്ടാവും എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഈ ഗംഭീര തമിഴ് ക്രൈം ത്രില്ലർ സീരീസ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? പിന്നെ ഈ സീരീസിൽ സാംസിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സീരീസിന്റെ അവസാനം പറഞ്ഞ കാര്യം ലോകത്തെ എല്ലായിടത്തും നടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം. അത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും. പിന്നെ കുട്ടികളോട് അല്പം സൗഹൃദത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അടുത്തിരുത്തി സ്നേഹത്തോടെ അത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാകും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളോട് നോ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. നിങ്ങളുടെ ഈ പ്രായത്തിൽ അത് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും വരിക. പക്ഷെ നിങ്ങൾ നാളെ ഒരു രക്ഷിതാവാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് മാതാപിതാക്കളെ ശത്രുക്കളായിട്ട് കാണാതെ അവരോട് കുറച്ച് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മാത്രം പെരുമാറുക. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടെന്നേ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അവരുടെ ഒരുപാട് ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നുണ്ട്. അച്ഛൻ പരുക്കൻ സ്വഭാവക്കാരനാവുന്നത് മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമില്ല എന്ന് അതിനർത്ഥമില്ല. സ്നേഹത്തോടൊപ്പം ടെൻഷനും ഭയവും ഉണ്ടാവും. അത് ഇല്ലാതെയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ അമ്മ എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുന്നതെന്നും എഴുന്നേൽക്കുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പിന്നീട് രാത്രി എത്ര മണിക്കാണ് ആ പാവം ഉറങ്ങുന്നതെന്ന് ഒരു ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ചുമ്മാ ഒരു ദിവസം തിരക്കില്ലാത്ത സമയത്ത് അവരെ ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മ കൊടുക്കുക. എന്നിട്ട് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മറഞ്ഞു നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവർ കണ്ണ് തുറക്കുന്നത് കാണാൻ പറ്റിയെന്ന് വരും. ആ കണ്ണീരിൽ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ യു ആർ എ ഗ്രേറ്റ് കിഡ്.
നമ്മുടെ മാതാപിതാക്കൾ ഇല്ലാതായി കഴിയുമ്പോൾ ഉള്ള ഒരു ശൂന്യതയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ വിടവ് ആരെ കൊണ്ട് നികത്താനും പറ്റൂല. അതുകൊണ്ട് കൂടെ ഉള്ളിടത്തോളം കാലം സ്നേഹിക്കുന്നേ, അവർക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളരാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.